നമസ്കാരം, എല്ലാവർക്കും സോഷ്യൽ സ്ഫിയർ യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സോഷ്യൽ കേസ് വർക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കമ്പോണൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഇത്രയുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിവിധ ഫേസസ് ഈ പ്രോസസ്സിലുണ്ട്. ആദ്യമായിട്ട് ഇൻടേക്ക്, രണ്ടാമത്തേത് സൈക്കോ സോഷ്യൽ സ്റ്റഡി, മൂന്നാമത്തെ ഫേസ് സൈക്കോ സോഷ്യൽ ഡയഗ്നോസിസ്, നാലാമത്തെ ഫേസ് ഇൻ്റർവെൻഷൻ, അഞ്ചാമത്തെ ഫേസ് ഇവാലുവേഷൻ, ആറാമത്തേത് ടെർമിനേഷൻ, ഏഴാമത്തേത് ഫോളോ അപ്പ്. ഇത്രയുമാണ് സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിൻ്റെ ഫേസസ് എന്ന് പറയുന്നത്. ഈ കേസ് വർക്ക് പ്രോസസ്സ് ഒരു എക്സാമ്പിളിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, വിവിധ സെറ്റിങ്സിൽ സോഷ്യൽ വർക്കേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ സെറ്റിംഗ്, സൈക്യാട്രിസ്റ്റ് സെറ്റിംഗ്, NGO അങ്ങനെയുള്ളവ. ഇതിൽ മെഡിക്കൽ സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ സോഷ്യൽ വർക്കറിൻ്റെ കേസ് വർക്ക് പ്രോസസ്സാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെഡിക്കൽ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് എടുക്കാം. അതാകുമ്പം വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കാർഡിയാക്ക്, പീഡിയാട്രിക്സ്, പൾമണറി, OBG, ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, അങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് പീഡിയാട്രിക് വാർഡിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള കുട്ടിയുടെ മദറാണ്. നമ്മൾ സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിലോട്ട് പോവുകയാണ്. ആദ്യത്തേത് ഇൻടേക്ക് എന്ന ഫേസാണ്. അതിലെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഫേസിൽ റാപ്പോർട്ട് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ക്ലയൻറ്റുമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കണം. നോർമലി ഹോസ്പിറ്റലാകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? രോഗിയുണ്ടെങ്കിലും രോഗിയേക്കാൾ കൂടുതൽ ബൈസ്റ്റാൻഡർ ആ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. രോഗിക്ക് പരിചരിക്കാൻ ആൾക്കാരുണ്ട്, രോഗിയെ പരിചരിക്കാൻ അവിടെ ആൾക്കാരുണ്ട്. പക്ഷേ ബൈസ്റ്റാൻഡറിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അത് പരിഹരിക്കാനോ അങ്ങനെ അവരെ ഒന്ന് കെയർ ചെയ്യാനോ ഒന്നും അവിടെ ആരുമില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഒരു ഹോസ്പിറ്റലിൽ രോഗി അറിയാത്ത ഒരു രോഗി എന്ന് പറയുന്നത്, സിംറ്റംസ് ഒന്നും കാണിക്കാത്ത ഒരു രോഗി എന്ന് പറയുന്നത് ബൈസ്റ്റാൻഡർ തന്നെയാണ്. നമുക്കറിയാം. അപ്പം നമ്മൾ അവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചില ആളുകൾ ചില സമയത്ത് ഈ സമയത്ത് സംസാരിക്കാൻ പോലും എന്ത് ചെയ്യില്ല, ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. കാരണം മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ വന്നു പോവും. ഒരേ ക്വസ്റ്റ്യൻ തന്നെ എല്ലാവരും ചോദിച്ച് അവർ അതിന് ഉത്തരമൊക്കെ പറഞ്ഞ് വളരെയധികം മടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം അവരുടെ കംഫർട്ടബിൾ നോക്കണം. കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം തുടരുക, അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാതെ എന്ത് ചെയ്യുക, പോവുക. ഡിസ്റ്റർബ് ചെയ്യാതെ പോകണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും അവരുടെ അടുത്തേക്ക് നമ്മളൊന്ന് ചെല്ലുക. അപ്പോൾ അവർ വിചാരിക്കും, നേരത്തെ വന്ന കുട്ടിയാണ്, അപ്പം അല്ലെങ്കിൽ ആളാണ്, അവർ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അവർ പറയാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഓക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെയും അവരുടെ അടുത്ത് ചോദിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ ഓക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക. അപ്പോൾ തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുട്ടിക്ക് എങ്ങനെയുണ്ട്, എന്താണ് അസുഖം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അങ്ങനെ നല്ലൊരു ബന്ധം അവിടെ സ്ഥാപിക്കണം. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ മുമ്പ് പഠിച്ച പ്രിൻസിപ്പിൾസ് എല്ലാം അപ്ലൈ ചെയ്യണം. ഈ ഒരു പ്രോസസ്സിൽ, അതായത് ഈ ഫേസിൽ ഏത് പ്രിൻസിപ്പിളായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പിൾ ഓഫ് ആക്സെപ്റ്റൻസ്, നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ഇൻഡിവിജ്വലൈസേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇതിനകത്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പ്രിൻസിപ്പിൾസിനെ കുറിച്ച്. അപ്പോൾ അതൊന്ന് കാണാത്തവർ പോയി കാണുക. ഓക്കെ, അപ്പം നല്ല രീതിയിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്തു അല്ലേ? റാപ്പോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് 37 വയസ്സുള്ള ഒരു ആളാണ് അവരുടെ മകൻ ഭയങ്കര പനിയും ന്യൂമോണിയയും കാരണം 5 ദിവസം ICUവിൽ അഡ്മിറ്റായിരുന്നു. പിന്നീട് വാർഡിലേക്ക് മാറ്റി എന്നൊക്കെ പറയുകയാണ്. മകനാണെങ്കിൽ സെറിബ്രൽ പാൾസി ഉള്ള ഒരു കുട്ടിയാണ്. അത് നമുക്ക് ഒബ്സർവേഷനിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, അവിടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന നേഴ്സസ് ഉണ്ട്. അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിലും അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. അപ്പോൾ അവരുമായിട്ടുള്ളൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം റാപ്പോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഫേസിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ റാപ്പോ നന്നായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഫേസിലോട്ട് പോകാം. അടുത്ത ഫേസാണ് സൈക്കോ സോഷ്യൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ അവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അതിനെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. സൈക്കോ സോഷ്യൽ സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസിൽ ക്ലയൻറ്റുമായിട്ടുള്ള റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യണം.
എന്നിട്ട് അവരുടെ സൈക്കോ സോഷ്യൽ ഡീറ്റെയിൽസിനെ നമ്മൾ വിലയിരുത്തണം. ക്ലയൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവരുടെ പ്രോബ്ലം എന്താണ്, ആ പ്രശ്നത്തിൻ്റെ പ്രാധാന്യത, എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ക്ലയൻറ്റിന് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അവർ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ അവർ സംസാരിക്കുന്നു. അവർക്ക് വളരെയധികം ആൻസൈറ്റി ഉണ്ട്, സ്ട്രെസ്സുണ്ട്. ഇതെല്ലാം നമ്മളത് മനസ്സിലാക്കുകയാണ്. അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ ആ സമയത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് അവർ എന്താ ചെയ്യുന്നത്, നമ്മളുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ പറയും. കാരണം അവരുടെ ഒരു ട്രസ്റ്റ് നമ്മളുമായിട്ട് ബിൽഡപ്പായി, റാപ്പോ ബിൽഡ് ചെയ്ത സമയത്ത്. അപ്പം അവർ നമ്മളുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തു, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് പർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ് എന്ന് പറയുന്ന നമ്മുടെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. അതെങ്ങനെയാണ്, അവർ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ ക്ലയൻറ്റ് ഇപ്പം ഒരു ഉമ്മയാണ്, അവരുടെ മകന് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു ലെവലിലോട്ട് വരുമ്പം അവർ വളരെയധികം സങ്കടമാണ്. അപ്പം നമ്മൾ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യിപ്പിക്കണം അവരെ കൊണ്ട് തന്നെ. അവരത് ഓട്ടോമാറ്റിക്കലി സങ്കടമാണെങ്കിൽ കരച്ചിലായിട്ടത് വരും. അങ്ങനെ ഒരു എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവരെ ഹെൽപ്പ് ചെയ്യണം. അത് ഈ ഫേസിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അടുത്ത ഫേസ് എന്നത് സൈക്കോ സോഷ്യൽ ഡയഗ്നോസിസ് ആണ്. ശരിയായ ഡയഗ്നോസിസ് ആണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ പ്രശ്നത്തെക്കുറിച്ച് നന്നായി പഠിക്കണം. അതിൻ്റെ കാരണം കണ്ടെത്താൻ ഒബ്സർവേഷൻ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം. കേസ് വർക്കർ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ആ ക്ലയൻറ്റിൻ്റെ പ്രശ്നത്തെ അസസ് ചെയ്യുകയാണ് ഈ ഫേസിൽ ചെയ്യുന്നത്. അപ്പോഴാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാകുന്നത്. ക്ലയൻറ്റ് എന്ത് പറയുന്നവർക്ക് കുറേ ബുദ്ധിമുട്ടുള്ള കാര്യവും, ക്ലയൻറ്റ് ഹൗസ് വൈഫാണ്, ഹസ്ബൻഡ് മാത്രമാണ് ജോലിക്ക് പോകുന്നത്, ഇൻഷുറൻസ് മുതലായ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള മതിയായ അവബോധമില്ലെന്ന് സോഷ്യൽ കേസ് വർക്കറിനോട് ക്ലയൻറ്റ് പറയുകയാണ്. തനിക്കിതിനെക്കുറിച്ച് അറിയാതിരുന്നത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനൊന്നും അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പം 5 ദിവസം ICUവിൽ കിടന്നത് കൊണ്ട് വളരെയധികം ബില്ലാകുമെന്ന ആശങ്കയെല്ലാം ആണ് അവരുടെ ഈ സ്ട്രെസ്സിനും ആൻസൈറ്റിക്കും എല്ലാം കാരണമെന്ന് കേസ് വർക്കർക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ ശരിയായ രീതിയിലുള്ള ഡയഗ്നോസിസ് അവിടെ നടന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നും അവരുടെ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്നും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഡയഗ്നോസ് ചെയ്തു. അടുത്ത ഫേസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഫേസ്. ഇവിടെ കേസ് വർക്കർ ക്ലയൻറ്റിന് വേണ്ടി ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്ലാനാണ് കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോഷ്യൽ വർക്കർ നോട്ട് പ്രിപ്പയർ ചെയ്ത് ഹയർ അതോറിറ്റിക്കൊക്കെ കൈമാറുന്നു. അപ്പം നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ കാണാറുണ്ട്, പിന്നെ ചില ഫിനാൻഷ്യൽ സാമ്പത്തികം കുറഞ്ഞ ആൾക്കാർക്ക് അതിനുള്ള പൈസയെല്ലാം കുറച്ച് വാങ്ങിക്കുന്ന ഒരു കാര്യം കാണാറുണ്ട്. അതുപോലെ നമ്മൾ സോഷ്യൽ വർക്കറാണ് അവിടെ നോട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അതിനകത്ത് എന്തെല്ലാം കാര്യം വരും, കുട്ടിയുടെ കണ്ടീഷൻ സെറിബ്രൽ പാൾസിയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് വരും. അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ ഏക അത്താണി എന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡാണ്, അപ്പോൾ അതിനെക്കുറിച്ച് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ജെന്യുവിൻ ആണെങ്കിൽ മാത്രമേ നമ്മളത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ അത് ജെന്യുവിൻ ആണെന്ന് കണ്ടില്ലെങ്കിൽ, അതോറിറ്റി അത് കണ്ടില്ലെങ്കിൽ തിരിച്ച് ക്വസ്റ്റ്യനിങ് ആർക്ക് വരും, ഈ സോഷ്യൽ വർക്കറിനാണ് വരുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ആ ജെന്യുവിനിറ്റിയൊക്കെ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അവരുടെ സോഷ്യോ ഡെമോഗ്രഫിക് ഡാറ്റയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അവരുടെ വീടിനെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അവർ പറയുകയാണ് വലിയ വീടൊന്നും അല്ല, ചെറിയ വീടാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ അവരുടെ ഒബ്സർവേഷൻ സ്കിൽ ഉപയോഗിച്ച് അവരുടെ കഴുത്തിലും മാലയോ എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പം അതൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ജെന്യുനിറ്റിയൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. അപ്പം ഇവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ കാര്യം ചെയ്യണം. നല്ലൊരു സോഷ്യൽ വർക്കർ നോട്ട് വിത്ത് സൈൻ, അതാണ്
അവിടെ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കാണും. അതൊക്കെ നമ്മളത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഈ ഒരു സോഷ്യൽ വർക്കർ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ കുട്ടിക്ക് വേണ്ട ആ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ നമ്മളത് കറക്റ്റായിട്ട് ആ ഒരു സോഷ്യൽ വർക്കർ ചെയ്തു ഹയർ അതോറിറ്റിക്ക് കൈമാറി. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സപ്പോർട്ടീവ് കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പം ഇങ്ങനെ അവരുടെ ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് JPMR പോലെയുള്ള റിലാക്സേഷൻ ടെക്നിക്സൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അടുത്തതായിട്ട് ഇവാലുവേഷൻ എന്ന ഫേസാണ്. അതിൽ ആ ക്ലയൻറ്റിൻ്റെ ബെറ്റർമെൻറ്റ്, അതുപോലെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇഫക്റ്റീവ് ആയിരുന്നു എന്നെല്ലാം ഒബ്സർവ് ചെയ്തു അന്വേഷിച്ചൊക്കെ മനസ്സിലാക്കുകയാണ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിച്ചു എന്ന വിവരം ആരറിയുന്നു? ഈ സോഷ്യൽ വർക്കർ അറിയുകയാണ്. അത് അവരുടെ പ്രശ്നത്തെ ഒരു പരിധിവരെ കുറച്ചൊന്ന് സോഷ്യൽ വർക്കർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആദ്യത്തെ സെഷനുകളേക്കാൾ ഹാപ്പിയാണ് ഇപ്പോൾ ക്ലയൻ്റ് എന്നുള്ള കാര്യം മനസ്സിലാകുകയാണ്. ഇതാണ് ഇവാലുവേഷൻ ഫേസിൽ സംഭവിക്കുന്നത്. അടുത്ത സെഷനാണ് ടെർമിനേഷൻ. ഇതിൽ സോഷ്യൽ കേസ് വർക്കർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് JPMR ചെയ്യുക, അപ്പോൾ ആൻസൈറ്റി കുറയുന്നുള്ള കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യണം എന്നൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് ക്ലയൻറ്റിൻ്റെ അനുവാദത്തോടുകൂടെ സെഷൻ ടെർമിനേറ്റ് ചെയ്യുന്നു. പിന്നെ ഫോളോ അപ്പ് ആണ് വരുന്നത്. കേസ് വർക്ക് സക്സസ് ആണോ എന്നറിയാനാണ് ഇത് ചെയ്യുന്നത്. ഫോൺ കോൾസ്, ഹോം വിസിറ്റ്, ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കറക്റ്റായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായ ഇടവേളകളിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത്രയുമാണ് ഒരു കേസ് വർക്ക് പ്രോസസ്സ് എന്നത്. വളരെ വ്യക്തമായിട്ട് ഒരു എക്സാമ്പിളിലൂടെ നമ്മളിത് പഠിച്ചു. നിങ്ങളുടെ ചുറ്റുപാടും വീട്ടിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ അല്ലെങ്കിൽ സ്വയമായിട്ട് നമ്മളുടെ പ്രശ്നങ്ങളെ കണ്ടെത്തി അതിനൊരു സൊല്യൂഷനൊക്കെ കൊടുത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അടുത്ത വീഡിയോ ഉടൻ വരും. അതുവരെ സ്റ്റേ ട്യൂൺ.